ഹായ്, ഹൗ ആർ യു? ഇന്ന് ക്ലോസിന്റെ പ്രോബബിൾ കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. പോസിബിൾ കണ്ടീഷന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യുക. അപ്പം പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തു, പക്ഷെ ഇത് ഇനിയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നത്, പ്രോബബിൾ കണ്ടീഷനിൽ ഉപയോഗിക്കുക, കണ്ടീഷണൽസ് ഉപയോഗിക്കുന്നത്. അതിന് സാധാരണ ഇഫ് ആണ് എടുക്കുക. ഇഫിന്റെ കൂടെ ഇഫ് ക്ലോസിന്റെ അകത്ത് സബ്ജക്ട് പ്ലസ് V2, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഡിപ്പെൻഡന്റ് ക്ലോസ് ഇഫ് ക്ലോസ് ആണ്, അപ്പം സബ്ജക്ട് പ്ലസ് V2. ഇനി ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ അകത്ത് പാസ്റ്റ് ഓക്സിലറി പ്ലസ് V1 ആണ് വരിക. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ റോട്ട് എക്സാം, അപ്പോൾ എഴുതിയിരുന്നെങ്കിൽ എഴുതി ഒരു പ്രാവശ്യം കഴിഞ്ഞു, ഇനി എഴുതിയാൽ എന്നൊരു മീനിങ് ആണ് ഈ പാസ്റ്റ് കണ്ടീഷൻ്റെ അകത്ത് വരുന്നത്. ഇഫ് ഐ റോട്ട് എക്സാം ഐ വുഡ് പാസ്, അതായത് ഒരു പ്രാവശ്യം എഴുതി പാസ്സായില്ല, ഇനി എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഇഫ് ഐ റോട്ട് എക്സാം ഐ വുഡ് പാസ്. അനദർ എക്സാമ്പിൾ ഈസ് ഇഫ് ഷീ അറ്റൻഡഡ് ദ ക്ലാസ് ഷീ വുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇന്ന് അറ്റൻഡ് ചെയ്തില്ല, പക്ഷേ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഇഫ് ഷീ അറ്റൻഡഡ് ദ ക്ലാസ് ഷീ വുഡ് പാസ് ഇറ്റ്. ഇഫ് ഗവൺമെന്റ് അഡോപ്റ്റഡ് സർട്ടൻ മെഷേഴ്സ്, അഡോപ്റ്റഡ് അത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നത്. ഗവൺമെന്റ് ചെയ്തില്ല ചെയ്യേണ്ട സമയത്ത്, പക്ഷേ ഇനിയും ചാൻസസ് ഉണ്ട്. അപ്പം ഇഫ് ഗവൺമെന്റ് അഡോപ്റ്റഡ് സർട്ടൻ മെഷേഴ്സ് വാട്ടർ സ്കേഴ്സിറ്റി കുഡ് ബി ഇംപ്രൂവ്ഡ്. വാട്ടർ സ്കേഴ്സിറ്റി നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. കൺസ്ട്രക്ഷൻ ഒന്നുകൂടെ പറയാം. ഇഫ് ക്ലോസിന്റെ പോർഷനിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, മെയിൻ ക്ലോസ് എഴുതേണ്ട സ്ഥലത്ത് പാസ്റ്റ് ഓക്സിലറി വുഡ്, ഷുഡ്, കുഡ് ഓർ മൈറ്റ് ഇതുപോലത്തെ വേർഡ് പ്ലസ് V1. ഇതാണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. അത് പ്രോബബിൾ കണ്ടീഷൻസ് എന്നായിരിക്കും നമ്മൾ അതിനെ പറയുക. ഇത് നമുക്ക് പലപ്പോഴും IELTS ഉപയോഗിക്കേണ്ടി വരാറുണ്ട്, റൈറ്റിംഗിൽ, എസ്സേസിൽ, കൂടാതെ സ്പീക്കിങ്ങിലും പറയും. If I attended it, I could improve my pronunciation. Such kind of word expressions can be used there. Okay.